ഹായ് ഓൾ, ഇന്ന് നമുക്ക് പുതിയൊരു കേക്ക് ലോഗ് കാണാം. അപ്പോൾ നമുക്ക് ഓർഡർ വന്നിട്ടുള്ളത് 2 kg വെയിറ്റ് വരുന്ന വാൻജോ കേക്കാണ് കേട്ടോ. അപ്പോൾ 1.5 കിലോ അല്ലെങ്കിൽ 2 kg ഇതിൻ്റെ ഒരു ഉള്ളിലായിട്ട് വേണം എന്നാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1.5 കിലോൻ്റെ ബാറ്ററാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമുക്ക് ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഉള്ളതാവുമ്പോൾ നമുക്ക് 2 kg ബാറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഫില്ലിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ഫൈനൽ വെയിറ്റ് ഒരുപാടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ 6 എഗ്ഗ് വെച്ചിട്ടുള്ള ബാറ്ററാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ വനില സ്പഞ്ച് 2 ലെയറും ചോക്ലേറ്റ് സ്പഞ്ച് 2 ലെയറും അങ്ങനെയാണ് കേട്ടോ. ടോട്ടൽ 4 ലെയർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ലെയർ കിട്ടുന്ന രൂപത്തിൽ 7 ഇഞ്ചിലും 5 ഇഞ്ചിലും ഞാൻ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ബാറ്ററിലേക്ക് ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റ ബാറ്ററിൽ തന്നെ 2 ഫ്ലേവറും നമുക്ക് ചെയ്തെടുക്കാം. ആദ്യമൊക്കെ ഞാൻ 2 വട്ടം സെപ്പറേറ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് സ്പഞ്ച് വേറെയും വാനില സ്പഞ്ചൊക്കെ ഞാൻ വേറെ ബീറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ഒരുമിച്ച് ബീറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ റെഡിയാക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് നമുക്ക് 2 ലെയർ വീതം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ 4 ലെയർ വീതം ചെയ്യാം. അപ്പോൾ താഴെയുള്ള ടിന്ന് 7 ഇഞ്ചും മുകളിലുള്ള ടിന്ന് 5 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 ലെയർ കിട്ടും. അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വീട് ഫുള്ളി നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കുക. ക്ലീനിങ് ഒന്നുമല്ല, നമ്മൾ റൂമും ബെഡും പിന്നെ നമ്മൾ ഫുള്ള് ടോയ്സ് പരത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ റെഡി ആയിക്കോളും. നമ്മൾ കേക്കൊക്കെ സെറ്റാകുമ്പോഴേക്കിന് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. രാവിലെ എന്തായാലും എന്താ പറയുക, കുട്ടികളെ പരത്തിയതും നമ്മൾ ഡ്രസ്സ് അലക്കാനുള്ളതും എല്ലാം മൊത്തത്തിൽ വീട് അലങ്കോലമായി കിടക്കുകയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഫുള്ളി കേക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടേ പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങൾക്ക് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ കേക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനൊക്കെ നിൽക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് നമ്മളെ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ മൈക്രോവേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് സ്പഞ്ചിൻ്റെ കൂട്ടത്തിൽ ചെയ്യാനുണ്ടാവുമല്ലോ. കാരണം വാൻജോ ആണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷും കൂടി ഞാൻ മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കേക്കുകളൊക്കെ അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ ഫാൻ ഓണാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇത് ലെയർ ചെയ്തെടുക്കാം. ആദ്യമൊക്കെ ഉണ്ടല്ലോ, ഞാൻ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് ആദ്യം ഒരു കേക്ക് ചെയ്യും, പിന്നെ ഒരു കേക്ക് ചെയ്യും, അങ്ങനെ തന്നെയാണ് കേട്ടോ ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒക്കെ ആയിട്ട് ഞാൻ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് കേക്കുകളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ചെയ്ത് നോക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. താഴത്തെ കേക്കും മുകളിലത്തെ കേക്കും ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ ഒറ്റ ടേൺ ടേബിളേ എൻ്റെ കയ്യിലുള്ളൂ. എന്നാലും ഞാനൊരു കേക്ക് ടീൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരേ ടൈമിൽ പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ആവണ പോലെ തോന്നിയിട്ടാണ് രണ്ടും ഒരേ ടൈമിൽ. മറ്റേത് നമ്മൾ ഒന്ന് ചെയ്ത് അതൊന്ന് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ അടുത്ത കേക്ക് ചെയ്യാറുള്ളത്. ഞാൻ ഇതുവരെ അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ചെരിഞ്ഞു പോണതൊക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ കറക്റ്റായിട്ട്. ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് രണ്ടും നല്ല കട്ടിക്കാണ് കേട്ടോ എടുത്തുള്ളത്, ലൂസ് കൺസിസ്റ്റൻസിയിലല്ല. അപ്പോൾ നമുക്ക് നല്ല കട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് അങ്ങനെ തെന്നി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. ഗനാഷ് ലൂസായി കഴിഞ്ഞാൽ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ പെട്ടെന്ന് കേക്കൊക്കെ നമ്മൾ ഇപ്പോൾ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ ബ്രേക്ക് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല കട്ടിക്ക് നല്ല ലൂസിലല്ലാതെ ആണ് കേട്ടോ നമ്മളെ ഗനാഷ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഒരുപാടും നമ്മൾ ഇതുപോലെ ക്രീം കുറച്ചും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ കേക്കിൽ നമുക്ക് കറക്റ്റ് നമ്മൾ ചെയ്ത അതേ മോഡലാണ് കേട്ടോ കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ളത്. ആ ഒരു കേക്ക് വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ വെച്ച ബട്ടർഫ്ലൈസ് നമ്മളെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ല. അതൊരു ഗ്രീൻ ഷെയ്ഡായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് കയ്യിലുള്ളത് ഈ ഒരു ബ്ലൂവും വൈറ്റും പിന്നെ ഒരു ആഷ് കളറുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലൂ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ കസ്റ്റമറും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൈ ബ്ലൂ കളർ എടുത്തിട്ട് ഞാനൊരു സ്ക്രൈപ്പർ യൂസ് ചെയ്തിട്ട് വേവ് ഡിസൈനാണ് കേട്ടോ കേക്കിൽ രണ്ടിലും കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കി ക്രീമൊക്കെ ഒന്ന് നമ്മൾ ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇത് അടുത്ത ദിവസമാണ്. അപ്പോൾ അവർ കസ്റ്റമർ പറഞ്ഞ ടൈം ആകുമ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ ഒന്ന് സ്റ്റാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഒരു ബട്ടർഫ്ലൈസിൻ്റെ പാക്കറ്റിൽ നിന്ന് ഞാൻ 2 ബട്ടർഫ്ലൈ വേറൊരു കേക്കിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഓർമ്മ എനിക്കില്ലായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് ഉണ്ടാവും വിചാരിച്ചു. അപ്പോൾ നമുക്ക് കസ്റ്റമർ തന്ന പിക്കിൽ ഞാൻ ഒരുപാട് മൊത്തം നമ്മൾ 6 ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അത്ര എണ്ണ ഇല്ല കേട്ടോ. എൻ്റെ കയ്യിൽ വേറെ കളറാണല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഞാനത് എടുത്ത് മാറ്റിയിട്ട് താഴെ മുകളിലൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം എല്ലാ സ്ഥലത്തും ബട്ടർഫ്ലൈസ് ഇരിക്കുന്ന പോലെ തോന്നണമല്ലോ. അപ്പോഴാണ് 2 നമുക്ക് മിസ്സിങ് ആണ്. 2 ഞാൻ വേറൊരു കേക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ലുക്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കൊക്കെ കൊണ്ടുപോയി നമ്മൾ ഉച്ചക്കൊക്കെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ സെറ്റ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു 2:30 ടൈമിലാണ് കേട്ടോ നമുക്കൊരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഉണ്ടല്ലോ, 1 കിലോ കേക്കും പിന്നെ ഒരു 5 കപ്പ് കേക്കുമാണ് കേട്ടോ ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ 2:30ക്കാണ് നമുക്ക് ഓർഡർ കൺഫേം ആവുന്നത്. ഇനി ഈ ഒരു കേക്ക് കൊടുക്കാനുള്ളത് 7 മണിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമേ മുന്നിലുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഞാൻ വെള്ളത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് ചൂടാറി കിട്ടാൻ. പിന്നെ ഫാനൊക്കെ ഓണാക്കിയിട്ട് പെട്ടെന്ന് സ്പഞ്ച് ചൂടാറി നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാണ്. ഇത് ഓൾറെഡി വേറൊരു ബേക്കൊക്കെയാണ് കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ തലേന്നൊക്കെ ആൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ ആർക്കാണെന്നറിയില്ല, അവർക്ക് അവരുടെ നാട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാനും കേക്ക് സെറ്റ് ചെയ്യാനൊന്നും പറ്റണില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു കസ്റ്റമർ നമുക്ക് വിളിച്ചത്. ആ ഒരു ഓർഡർ ആ കസ്റ്റമർ ആ ഒരു ബേക്കറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാകെ ബുദ്ധിമുട്ടിലാണ്. പെട്ടെന്നൊന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തലേ ദിവസം കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കറണ്ടിൻ്റെ കാര്യം ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് സ്പഞ്ച് റെഡിയാക്കി, പെട്ടെന്ന് ക്രീം റെഡിയാക്കി. പിന്നെ നമുക്ക് കറണ്ട് പോയാലും സീനില്ല. അപ്പോൾ അതുകൊണ്ട് കപ്പ് കേക്കും അതുപോലെ കേക്കും ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്തു. കാരണം കുറച്ച് ടൈമല്ലേ നമ്മൾ മുന്നിലുള്ളൂ. ഏറ്റവും പെട്ടെന്ന് അത് സെറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിന് വേണ്ട പ്രിൻ്റ് ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്കാണ് നമ്മൾ കസ്റ്റമർ സെലക്ട് ചെയ്ത പിക്കിലുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ടോപ്പേഴ്സും പിന്നെ ഫോണ്ടൻ വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട കട്ടറൊക്കെ എടുക്കുകയാണ്. ഞാനിതുവരെയും ചെയ്യാത്തൊരു വർക്കാണ് കേട്ടോ ഇത്. നോർമലി ഒരുപാട് കണ്ടിട്ടുണ്ട്, നമുക്ക് ഒരുപാട് ആൾക്കാർ ചെയ്ത് വർക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു തീമിൽ ചെയ്യണത്. അപ്പോൾ ഇത് ആനിവേഴ്സറിക്കുള്ള കേക്കാണ്, 2nd ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളാണ് ഒരുപാട് ഫോട്ടോസ് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പിക്കാണ്, ഈ ഒരു തീമിലാണ് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭാഗ്യത്തിന് നമ്മളെടുത്ത് ഈ ഒരു പിക്കും ഈ ഒരു ടോപ്പറും കറക്റ്റ് അവർ തന്ന അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പെട്ടെന്ന് തന്ന ഓർഡർ ആകുമ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത പിക്ക് സെലക്ട് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പ്രിൻ്റ് എടുക്കാനോ ഉള്ള ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും ഇത് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഞാൻ 7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരുമിച്ചാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കപ്പ് കേക്ക് ഒരുമിച്ചാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ 1.5 കിലോൻ്റെ ബാറ്റർ ചെയ്തിട്ട് ഇത് 1 kg കേക്കും പിന്നെ കപ്പ് കേക്കിനുള്ളത് സെപ്പറേറ്റ് 2 ലെയർ സ്പഞ്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്തു. ഇനി ഇതിപ്പോൾ ചെയ്യണത് കസ്റ്റമർ നമ്മളടുത്ത് 7 മണിന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു 6:45 കേട്ടോ ഇത് ചെയ്യണത്. ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം വെളിച്ചൊന്നുമില്ലല്ലോ, പുറത്തുനിന്നാണ് ഫോട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. കേക്കിൽ ഈ ഒരു ഫോണ്ടൻ വർക്കൊക്കെ അവർ ഒരുപാട് ലേറ്റായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെൽറ്റാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നല്ല തണുപ്പുള്ള ടൈമാണല്ലോ അപ്പോൾ അവർ എന്തായാലും പെട്ടെന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചപ്പോഴേക്കും നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കപ്പ് കേക്കിലേക്ക് ഞാൻ ആ ഫോണ്ടൻറ്റിൻ്റെ നമ്മളൊരു കട്ട് ചെയ്ത ഇതുണ്ടല്ലോ, കപ്പ് കേക്കിൽ ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ, ഒന്നുകൂടിയും ഇതിന് മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊന്നും നമ്മളടുത്ത് കസ്റ്റമർ പറഞ്ഞിട്ടില്ല, അവർക്ക് 5 കപ്പ് കേക്ക് ഒന്ന് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. പക്ഷേ നമ്മൾ പാക്ക് ചെയ്തിട്ട് അവർ 7 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അവർ വന്നത് 8 മണിക്കാണ് കേട്ടോ. എന്നാലും നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ ഫോണ്ടൻ അങ്ങനെ മെൽറ്റ് ആവാനുള്ള ഇഷ്യൂ കുറവാണ് കേട്ടോ.
അപ്പോൾ കപ്പ് കേക്ക് 5 എൻ്റെ അടുത്ത് 4 ബോക്സുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ 6. അപ്പോൾ ഞാൻ ആ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബി ഇവിടെ ബുക്ക് പുതിയതായിട്ട് കുറേ ദിവസമായി പരാതി പറയുന്നു. സ്കൂൾ തുറക്കണതിന് മുന്നേ ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്ക് പുതിയ ബാഗും ബുക്ക് മേടിച്ച് അന്ന് തുടങ്ങിയതായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.